കാനഡയുടെയും കേരളത്തിന്റെയും കാര്യത്തിൽ കഞ്ചാവും മദ്യവും സാമ്പത്തിക മേഖലയിലെ നട്ടെല്ലാണ്. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം മദ്യമാണ്. 2025 ക്രിസ്മസ് പുതുവത്സര ആഘോഷവേളയിൽ കേരളത്തിലെ മദ്യവിൽപ്പന 332.62 കോടി എന്ന റെക്കോർഡ് ഉയരത്തിലെത്തുകയും ചെയ്തു. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇവിടെ കാനഡയിലെ സ്ഥിതിയും. 2025 കാനഡയുടെ നിയമപരമായ കഞ്ചാവ് വിപണി പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി. 2025 മാത്രം $4.52 ബില്യൺ ഫെഡറൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയത്. ഇതൊക്കെയാണെങ്കിലും കാനഡയിൽ വിവിധ കന്നാബിസ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം 2018 നിയമവിധേയമാക്കിയതോടെ അതിന്റെ ദോഷഫലങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 കനേഡിയൻ കന്നാബിസ് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ 16 വയസ്സും അതിൽ കൂടുതലുമുള്ള കനേഡിയന്മാരിൽ ഏകദേശം 26% മുതൽ 27% വരെ പേർ കഴിഞ്ഞ 12 മാസത്തിനിടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ കന്നാബിസ് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 35,000 കനേഡിയന്മാരെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന കന്നാബിസ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ തുടർന്ന് നല്ലൊരു ശതമാനം പേരിലും ഉത്കണ്ഠ, വിഷാദരോഗം എന്നിവ കൂടുതലായി കാണപ്പെടുന്നു എന്ന വസ്തുതയും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്.